അത് ഏൽപ്പിച്ചിട്ടാണ് ഈ കൂട്ടർ പിൻവാങ്ങുന്നത് അല്ലെങ്കിൽ ഭരണം വിട്ടൊഴിയാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളം പക്ഷേ പിടിച്ചു നിൽക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതിനെ കുറിച്ച് വിദഗ്ധന്മാരുമായി ചർച്ച ചെയ്ത ഐക്യജനാധിപത്യ മുന്നണി അതിനുവേണ്ട പ്ലാൻ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തകർന്നു പോയിട്ടുള്ള കേരളത്തിന്റെ ഓരോ മേഖലകളും, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ, ആരോഗ്യ പരിപാലന മേഖല ഉൾപ്പെടെ, പരിപാലന രംഗത്തിന്റെ ഒക്കെ സ്ഥിതി ഇന്ന് നമുക്കറിയാമല്ലോ. നമ്മളിത് ആവർത്തിച്ച് കേൾക്കുന്ന കാര്യമാണ്. കേരളം ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ ആരോഗ്യ സുരക്ഷാ മേഖല എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങൾ എന്ന് പറയും. ആ രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സ്ഥിതി എന്താണ്? മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്തൊക്കെ വീമ്പാണ് പറയുന്നത്? കേരളത്തിലെ ആശുപത്രികൾ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് സമാനമായി ഞങ്ങൾ പരിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞങ്ങൾ കിഫ്ബിയിലൂടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയെന്ന് പറയുമ്പോൾ, ഈ 5 സ്റ്റാർ ആശുപത്രികളിൽ ചെല്ലുന്നവരുടെ അനുഭവം നമുക്കറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ഈ അടുത്ത കാലത്താണ് തീപിടുത്തത്തിലൂടെ 5ഓളം പേർ മരണപ്പെട്ടത്. അവിടെയൊക്കെ രോഗികളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. അവർക്ക് കൃത്യമായി പരിചരണം കിട്ടാത്ത സാഹചര്യം, ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം, നിരന്തരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കത്രിക ഉൾപ്പെടെ രോഗിയുടെ വയറ്റിൽ തന്നെ നിക്ഷേപിച്ചു പോകുന്ന സാഹചര്യങ്ങൾ. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിലാണെങ്കിൽ 4 മാസം കാത്തിരുന്നാൽ പോലും ഒരു ഓപ്പറേഷൻ നടക്കാത്ത സാഹചര്യമാണ്. അങ്ങനെ നമ്മുടെ ആരോഗ്യ രംഗത്ത്, ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വലിയ അരാജകത്വം നിലനിൽക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക? ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, ഒരു ജനകീയ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, ആ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ടാകുമോ? പറയുമ്പോഴെന്താണ്, എപ്പോഴും പറയുമ്പോൾ വീമ്പ് പറയുന്ന മുഖ്യമന്ത്രി, ധിക്കാരം പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പൊ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു? ഇത്ര നിന്ദ്യമായ മ്ലേച്ഛമായ രീതിയിൽ കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നമ്മൾ ആരെങ്കിലും ഇതുവരെ കേട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രിയോട് ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുമോ? ജനങ്ങൾ ചോദിക്കുന്ന പോകട്ടെ, മാധ്യമങ്ങളുടെ ജോലി എന്താണ്? മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ല എന്നുള്ള രീതിയിൽ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തെക്കാളൊക്കെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നല്ലോ. ഇന്നിപ്പോൾ പിണറായി വിജയനിലെത്തി നിൽക്കുമ്പോൾ ശ്രീ പിണറായി വിജയന് മുമ്പുള്ള ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ധിക്കാരം പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലെ ഒരു പൊതുയോഗം നടക്കുമ്പോൾ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിനോട് എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി, ഒരു ഭരണാധികാരി